ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് നല്ലൊരു നാടൻ കടലക്കറിയാണ്. നമ്മളെല്ലാവരും വീടുകളിൽ കടലക്കറി ഉണ്ടാക്കാറില്ലേ? നമ്മൾ സാധാരണയായിട്ട് കടലക്കറി ഉണ്ടാക്കുമ്പോൾ സവാള വഴറ്റി എല്ലാം വഴറ്റിയിട്ട് ഒത്തിരി സമയമൊക്കെ എടുത്തിട്ടാണ് കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല രുചിയോടുകൂടിയ കടലക്കറി, അതും വേഗത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് പുട്ടിന് ആവി വരുമ്പോഴത്തേക്ക് ഈ കടലക്കറി റെഡിയാവും. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 2-3 വെള്ളമെങ്കിലും കഴുകിയെടുത്തതിന് ശേഷം ഒരു 7-8 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച കടലയാണ് ഇത്. ഇനി ഇത് നമുക്കിത് കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു കുക്കർ എടുത്ത് അതിനകത്തേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. നെയ്യ് ചേർത്ത് നമ്മൾ കടല ഒന്ന് വരട്ടുമ്പോഴത്തേക്ക് നല്ല രുചിയായിരിക്കും. നെയ്യ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഓയിൽ ഇത്രയും മതി. 1 ടീസ്പൂൺ നെയ്യ്. അപ്പം നാടൻ കടലക്കറിക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഈ തേങ്ങാക്കൊത്ത്. അത് നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിക്കാം. ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടും. ഈ തേങ്ങാക്കൊത്ത് ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ട്. ഇത്രയും മൂത്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. ഞാൻ 7-8 വെളുത്തുള്ളി ചതച്ചെടുത്താണ്. അതുപോലെ ഒരു 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചതും. ഇത് നമുക്കിന്ന് ഇതിലേക്കൊന്ന് ഇടാം. തീ കുറച്ച് വെച്ചേക്കണം, തീ കൂട്ടി വെക്കണ്ട. ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇത്രയും മതി. ഇനി നമ്മളിതിൽ സവാളയൊന്നും വഴറ്റുന്നില്ല. ഇനി ഡയറക്റ്റ് ഇതിനകത്തോട്ട് കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. കടല അങ്ങ് ഇടാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. 1 മിനിറ്റോളം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സവാളയൊക്കെ ഇടാം. ഇപ്പം ഞാൻ 1 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് 2 മീഡിയം സൈസ് സവാളയാണ്. അപ്പോൾ ഇത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. നമുക്കിതിലേക്ക് ഇടാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ, ഒരു ചെറിയൊരു ടൊമാറ്റോ അരിഞ്ഞത്, അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, കടലയ്ക്ക് ഗ്യാസ് ഒക്കെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ 1 പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മതി. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കടല വേകാനായിട്ട് വയ്ക്കാം. പിന്നീട് നമുക്ക് മസാല ചേർക്കാം. ഈ വെള്ളം എന്ന് പറയുന്നത് കടല കുതിർത്ത വെള്ളമാണേ, അത് ഇതിലേക്കങ്ങ് ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്കങ്ങ് ഇടാം. ഇപ്പം ഉപ്പ് പിന്നിട്ടാലും മതി. ഇനി നമുക്കിത് കുക്കർ അടച്ച് വയ്ക്കാം. ഒരു 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഒന്ന് സിമ്മിലാക്കി വെക്കണം. ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ അനുസരിച്ചായിരിക്കുമേ. അപ്പം എനിക്ക് പറയാൻ പറ്റത്തില്ല എത്രത്തോളം ആണെന്നുള്ളത്, എത്ര വിസിൽ വേണമെന്നൊക്കെ ഉള്ളത് അവരവർ ശ്രദ്ധിക്കുക. ഈ കടല വേകുന്ന സമയത്തിനുള്ളിൽ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ കടലക്കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തേങ്ങ ചേർക്കുന്നത്. അധികമൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. 2 ടേബിൾ. മീഡിയം തീയിലിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഈ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള മസാല ചേർക്കണം. അത് 1.5 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. അപ്പം മല്ലിപ്പൊടി ആയിരിക്കണം എപ്പോഴും കൂടുതൽ, മുളക് പൊടി കുറച്ച് മതി. ഇത് കാശ്മീരി മുളക് പൊടിയാണിത്.
നമുക്ക് ഈ തേങ്ങയിലേക്ക്, വറുത്ത തേങ്ങയിലേക്ക് ഇപ്പം നല്ല ചൂടുണ്ടല്ലോ, ഈ തീ അങ്ങ് ഞാനങ്ങ് ഓഫ് ചെയ്തു. ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീ ഓഫ് ചെയ്തത്. നല്ല ചൂടോട് ഇരിക്കുകയാണല്ലോ. അല്പം നേരം ഇങ്ങനെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ടിത് നന്നായിട്ടിത് മൂത്ത് കിട്ടും. വേണമെങ്കിൽ സിമ്മിൽ വേണമെങ്കിൽ ഒരു അല്പം നേരം, 1 മിനിറ്റൊന്നും ഇടരുത്, ഒരു 30 സെക്കൻഡ്സോ വല്ലതും ഇട്ട് വേണമെങ്കിൽ ഒന്ന് ഇളക്കാം. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഉണ്ടോ? ഇനി ഇതിനകത്തുനിന്ന് 1 സ്പൂൺ കടല അങ്ങ് മാറ്റി വെക്കണം. ഇത് ഒന്നുകിൽ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കടലക്കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്താണ്. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇതുപോലെ അങ്ങ് ഇളക്കി അങ്ങ് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്താണ്. അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നന്നായിട്ട് കുറുകി വന്നത് കണ്ടോ? ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇറച്ചിക്കൂട്ട് ചേർക്കണം. അത് വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഇറച്ചിക്കൂട്ടാണ്. അത് ഗരം മസാല ഇത്രയും. ഇനി നമുക്കിതിലേക്ക് കടല സ്മാഷ് ചെയ്തതും കൂടെ ചേർക്കാം. ഇത് കണ്ടില്ലേ, സ്മാഷ് ചെയ്ത കടല, ഇതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഈ കടലക്കറിക്ക് എന്ത് രുചിയാണെന്നറിയാമോ? ഇനി നമുക്ക് ഇതിലേക്ക് കടുവറുത്ത് ഒഴിക്കണം. ഇതിൻ്റെ ആ കൊഴുപ്പൊക്കെ കണ്ടില്ലേ? നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്താലും മതി. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്, നോക്കിയേ. ഇനി വേണമെങ്കിൽ ഇതിനകത്ത് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇനി നമുക്കിതിലേക്ക് കടുവറുത്തൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് കടുവറുത്ത് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ നാടൻ കടലക്കറി ഇവിടെ റെഡിയായി. ഈ ഒരു സർവിങ് ബൗളിലേക്ക് നമുക്കിത് മാറ്റാം. നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ഈ കടലക്കറി ഉണ്ടാക്കിയതെന്ന്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.